ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. ഇപ്പൊ നമ്മൾ ആരും അറിയാതെ ഒരു സ്ഥലം വരെ പോവാം. നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടേലും ഒളിച്ചോടുവാണ്. ഞാൻ അതെ, ഇതൊരു തരത്തിലുള്ളൊരു ഒളിച്ചോട്ടമാണ്. പക്ഷെ ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പൊ ആരെ കാണാനാണ് ഈ ഒളിച്ചോടുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നല്ല 2 പേര്. എന്റെ അച്ഛനെയും അമ്മയും കാണാൻ പോവാം. പക്ഷെ അവർക്കറിയത്തില്ല ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സർപ്രൈസ് വിസിറ്റ് ആണ്. ഞാനിവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഇറ്റ്സ് ബീൻ ലൈക്ക് 3 months ആയി ഞാൻ അവരെ കണ്ടിട്ട്. ഐ തോട്ട് എന്താ ഒന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറിയാ മറ്റന്നാള്. അപ്പം അവരറിയാതെ സർപ്രൈസ് ആയിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ട്രെയിനിലാണ്, കണ്ടല്ലോ. അപ്പം വെളുപ്പിന് ഒരു 5 o'clock ഒക്കെ ആവുമ്പോ നമ്മുടെ നാട്ടിലെത്തും. ഇനി അവിടുന്ന് പയ്യെ എങ്ങനെങ്കിലും പോയി എന്ത് സർപ്രൈസ് കൊടുക്കണം. പണിപ്പാളോ ഇല്ലയോന്ന് അറിയത്തില്ല, ബട്ട് ലെറ്റ്സ് സീ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 4 മണി. കുറച്ച് ലേറ്റാണ് ട്രെയിൻ, എന്നാലും കുഴപ്പമില്ല. ഇന്നലെ രാത്രിയിൽ അമ്മയും അച്ഛനും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു. ട്രെയിനിലായതുകൊണ്ട് ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമെന്നുള്ളതാണ് ഞാൻ കിട്ടില്ല. അപ്പോൾ പക്ഷേ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ കാണുമ്പോൾ നേരിട്ട് കിട്ടുമായിരിക്കും. എന്നാലും അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ക്രോസ് ചെയ്യണം. വിളിക്കാൻ ചേച്ചിയും ചേട്ടനും വരും. അവർക്കറിയാം ആക്ച്വലി, ബിക്കോസ് ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ട് അവർക്കറിയാം. ട്രെയിൻ ഇപ്പോൾ പോകുന്നതേ ഉള്ളൂ. അയ്യോ, എനിക്കറിയത്തില്ല, ചിലപ്പോൾ അടി കിട്ടുമോ എന്നറിയത്തില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് പറയല്ല, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടില്ല. ഞാനിങ്ങനെയൊക്കെ പറയാതെയൊക്കെ ചിലപ്പോൾ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചാലോ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ബാക്കി വിശേഷം പറയാം. കുറേ നാൾക്ക് ശേഷം എൻ്റെ മുരുകൻ്റെ അടുത്ത് വന്നു. കുളിച്ചില്ല, ഇല്ലെങ്കിൽ ഞാൻ കയറി തൊഴുതേനെ. ചേട്ടനും ചേച്ചിയും തൊഴാൻ പോയേക്കുക. സോ വെയിറ്റിംഗ്. എൻ്റെ കുളം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെള്ളം ഇച്ചിരി കയറി കിടക്കുക. എന്നെ വന്ന് വിളിച്ചിട്ട് അവർ അമ്പലത്തിൽ പോയേക്കുക. ഞാനിവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുക. വെളുപ്പിന് ഊഞ്ഞാലാടുക. അവരിപ്പോൾ വരുമായിരിക്കും, വന്നിട്ട് വീട്ടിൽ പോകണം. ഭാഗ്യത്തിന് അച്ഛൻ നടക്കാൻ പോയിരിക്കുകയായിരുന്നു, അമ്മ കുളിക്കുമായിരുന്നു. ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും അമ്മ ചോദിക്കായിരുന്നു, അമ്മയെ കാണണ്ടേ, വീട് മിസ് ചെയ്യുന്നില്ലേ, അച്ഛനെയും മിസ് ചെയ്യുന്നില്ലേ, ഇനി എന്നാ നാട്ടിൽ വരുന്നേ, ലീവ് എടുത്ത് വാ. അങ്ങനെ 2 ദിവസം മുമ്പും എന്നോടിങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു, 3 മാസമായി നിന്നെ കണ്ടിട്ട്, പെട്ടെന്ന് വരുമോ എന്ന്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തു. ആൻഡ് they were so happy and surprised. And yeah, this is where I belong to, my family. നമ്മുടെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഒരു സർപ്രൈസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 2. ബൈ.